SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വീണ വിജയന് വലിയ തിരിച്ചടി നൽകുന്ന കോടതി തീരുമാനമാണ് ഇപ്പോൾ വരുന്നത്. ജസ്റ്റിസ് M. നാഗപ്രസന്നയാണ് വിധി പറഞ്ഞത്. വിധി പറയാനായി നേരത്തെ മാറ്റിവെച്ചിരുന്നു. 2:30 കേസ് പരിഗണിക്കുമ്പോൾ ഹർജി തള്ളുകയായിരുന്നു. വീണ തൈക്കണ്ടിയിലാണ് എക്സാലോജിക്കിന് വേണ്ടി നേരത്തെ ഹർജി നൽകിയത്. ചട്ടവിരുദ്ധമായാണ് തന്റെ കമ്പനിക്കെതിരെ അന്വേഷണം നടക്കുന്നത് എന്നതായിരുന്നു വീണയുടെ പ്രധാനപ്പെട്ട വാദം. അത് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് വേണം ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അമൽ തേനമ്പറമ്പിൽ ചേർന്നു. അമൽ, വിശദാംശങ്ങൾ. ജസ്റ്റിസ് P. നാഗപ്പയുടെ ബെഞ്ചിൽ നിന്നും സുപ്രധാനമായ വിധി ഉണ്ടാവുകയാണ്. SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതിന് സ്റ്റേ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നൽകിയ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. SFIOയുടെ അന്വേഷണം എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് തുടരും എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അവർക്ക് നടപടികളുമായി മുന്നോട്ട് പോകാം. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ അധികാരമുള്ള ഒരു ഏജൻസിയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. ആ അന്വേഷണം നടന്നുകൊണ്ടിരുന്ന അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ആ ആവശ്യം തള്ളപ്പെട്ടിരിക്കുകയാണ്. അന്വേഷണം ഇനി വേഗത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരവിന്ദ് P. ദത്താളാണ് ഈ വീണയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്നത്. അവർ ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം കോടതി നിരാകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരേ സമയം കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിൽ ഒരേ സമയം 2 അന്വേഷണം നടക്കുന്നു. ഒന്ന് ഈ SFIOയുടെ അന്വേഷണം, അതോടൊപ്പം തന്നെ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടറുടെ അന്വേഷണം നടക്കുന്നു. അങ്ങനെ 2 അന്വേഷണം ഒരുപോലെ മുന്നോട്ട് പോകേണ്ടതില്ല, അത് തടയണം എന്നുള്ളതായിരുന്നു വീണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അരവിന്ദ് P. ദത്താൾ തുടർച്ചയായി തന്നെ ആ ഒരു കാര്യം പറയുകയും ചെയ്തു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, പ്രാഥമികമായ വിവരങ്ങൾ പോലും തേടാതെ, തങ്ങളുടെ അഭിപ്രായം തേടാതെ ഇത്തരമൊരു അന്വേഷണം. KB ശ്രീധരൻ കൂടിയുണ്ട്. അമൽ, ശ്രീധരൻ, കോടതിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ. കോടതിയിൽ നിന്ന് മറ്റ് നടപടികൾ കാര്യമായി ഉണ്ടായില്ല. കേസ് വന്നു, ജഡ്ജി പെട്ടെന്ന് തന്നെ ഹർജി ഡിസ്മിസ് ചെയ്യുകയാണെന്ന് അറിയിച്ചു. വിശദമായിട്ടുള്ള ജഡ്ജ്മെന്റിന്റെ കോപ്പി അത് നാളെ രാവിലെ 10 കൂടി മാത്രമേ ലഭ്യമാകൂ. ഏതായാലും നേരത്തെ അമൽ സൂചിപ്പിച്ച പോലെ തന്നെ എക്സാലോജിക്കിന്റെ വാദം പ്രധാനമായും ROC അന്വേഷണം നടക്കുമ്പോൾ സമാന്തരമായി SFIO അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു ഹർജി അനുവദിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് SFIOയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കൂടിയായിട്ടുള്ള ഉന്നയിച്ചത്. അതായത് പ്രധാനമായും SFIO അന്വേഷിക്കുകയാണെങ്കിൽ ഈ കേസിന് കൂടുതൽ പരിമിതികളില്ലാതെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനാകും. അതിനാൽ SFIOയ്ക്ക് അന്വേഷണം കൈമാറണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ 2 അന്വേഷണം ഉണ്ടാവില്ല, SFIOയുടെ അന്വേഷണത്തിനായിരിക്കും ഇനി പ്രാധാന്യം ഉണ്ടാകുക എന്നുള്ള ഒരു കാര്യം കൂടി കോടതിയിൽ അഭിഭാഷകൻ പറയുകയുണ്ടായി.